നിനിക കെയർ ചാനലിലോട്ട് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിൽ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി മഷ്റൂം പെർലൻ. അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബട്ടൺ മഷ്റൂമാണ്. മഷ്റൂം പെർലൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് മഷ്റൂം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഷ്റൂമിൽ പ്രോട്ടീൻസ്, ബി വൈറ്റമിൻസ്, എമിനോ ആസിഡ്സ്, ആൻറ്റി ഓക്സിഡൻസ്, അയൺ, വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുണ്ട്. മഷ്റൂം കഴിക്കുന്നതിലൂടെ നമുക്ക് പ്രതിരോധ ശക്തി വർദ്ധിക്കാനും ഭാരവും വണ്ണവും കുറയ്ക്കാനും അതുപോലെ തന്നെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. കൊളസ്ട്രോൾ ഇല്ലാത്തത് കൊണ്ടും ഊർജവും കൊഴുപ്പും മഷ്റൂമിൽ കുറവായതുകൊണ്ടും അമിതവണ്ണമുള്ളവർക്കും പ്രമേഹ രോഗികൾക്കും മഷ്റൂം കഴിക്കുന്നത് വളരെ നല്ലതാണ്. മഷ്റൂം പെർലൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ബട്ടൺ മഷ്റൂം 400 ഗ്രാം. ആദ്യം മഷ്റൂം നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ആയി കളയണം. ഇനി അത് 4 പീസായിട്ട് എല്ലാം മുറിച്ചു വെക്കണം. സബോള 2 മീഡിയം സൈസ് ആയിട്ടുള്ളത്, വെളുത്തുള്ളി ഉരുണ്ട, ഇഞ്ചി ചെറിയ കഷ്ണം, പച്ചമുളക് 6, കറിവേപ്പില ആവശ്യത്തിന്, തക്കാളി 2 മീഡിയം സൈസ് ആയിട്ടുള്ളത്. തക്കാളിയുടെ സ്കിന്നും കുരുവും കളഞ്ഞിട്ടുള്ളത് വേണം എടുക്കാൻ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചത് കുറച്ച്, ഉപ്പ് ആവശ്യത്തിന്. പാൻ എടുക്കുക. പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ സബോള ഇടുക. സബോള ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം. സബോള ഒന്ന് നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. വെളുത്തുള്ളി, ഇഞ്ചി ഇവിടെയൊക്കെ പച്ചമണം മാറി സബോള ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് തക്കാളി ഇടുക. തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരണം. അതാണ് അതിൻ്റെ പാകം. ഇനി എടുത്തു വെച്ച മഷ്റൂം അതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഞാനിവിടെ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ ആ മസാലയൊക്കെ നന്നായിട്ട് ആ കൂണിലോട്ടൊന്ന് പിടിക്കുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം.
വളരെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം പെരലൻ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മഷ്റൂം നമ്മുടെ ഡെയിലി ഡയറ്റിലും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.